നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു കേട്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ കർണാടകയിലെ ചില ഭാഗങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇനി അങ്ങോട്ട് രാഹുലിന് ആശ്വാസമായിട്ടുള്ള ദിനങ്ങളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞു വെക്കുന്ന കോടതി വിധി വരുന്നത്. ഇതിനുശേഷം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ ജാമ്യം കൂടെ ആകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു താമസിച്ചുവെങ്കിൽ ഇനി ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ യാഥാർത്ഥ്യം. എന്തായാലും ഒരുപാട് ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കേസുമായിട്ട് എല്ലാ തരത്തിലും സഹകരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഉപാധി തന്നെയാണ്. എല്ലാ തിങ്കളാഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തണം എന്നുള്ള ഉപാധി അതിൽ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ സംഘവുമായിട്ട് പൂർണ്ണമായിട്ടുള്ള സഹകരണം രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിക്കാരെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കുക പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി തന്നെയാണ് ഈ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അറസ്റ്റ് തടഞ്ഞതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനില്ല. മാളത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇതിൽ ചുരുക്കത്തിൽ പറയേണ്ടി വരും. ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ ഉള്ള സമയം രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കുന്നു എന്നുള്ളതാണ്. ദക്ഷിണ കർണാടകയിലെ ഒളിത്താവളത്തിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ അത് മാത്രം മതിയാകില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അതായത് പ്രധാനമായിട്ടും വാട്സപ്പ് ചാറ്റുകൾ പോലുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകൾ. കൂടുതൽ തെളിവുകളുടെ ലഭ്യമാകാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെയാണ് അന്വേഷണ സംഘം. എന്തായാലും അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള സാധ്യതകളുണ്ട്, പാലക്കാടേക്ക് തിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നു. എന്തായാലും തുടക്കം മുതൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. അതായത് ഒരു യുവതി KPCCയിലേക്ക് പരാതി നൽകുന്നു. പരാതിയിൽ യുവതി ആരാണെന്നോ യാതൊരു തരത്തിലുള്ള ഐഡന്റിറ്റിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പരാതിയാണ്, കള്ളക്കേസാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. എന്തായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നിരവധി സംശയങ്ങളും നിരവധി എതിർവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തവർ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദം ഉന്നയിച്ചവർ പറഞ്ഞിരുന്നത് ഈ കേസ് ഉന്നയിക്കപ്പെട്ട സമയം തന്നെയാണ്. അതായത് ലൈംഗികാരോപണമാണ് ഉദ്ദേശമെങ്കിൽ, പരാതിയെങ്കിൽ ആ ഒരു ആരോപണത്തിന് ഇത്രയും കാലതാമസം ഉണ്ടായത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നു കേട്ടത്. പക്ഷേ ഈ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കോടതി നൽകുകയും ചെയ്തു. അതായത് ലൈംഗികാരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലതാമസം ഉണ്ടെങ്കിൽ പോലും പരാതി നൽകണമെന്ന് പരാതിക്കാരി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനാണ് പ്രാധാന്യം എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കോടതി മറുപടി നൽകിയ. അതോടുകൂടെയാണ് ഈ വിഷയം മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് പരാതിക്കാരിയുടെ മുഖമില്ല, പരാതിക്കാരി ആരാണെന്ന് പോലും അറിയില്ല, ഇത് കെട്ടിച്ചമച്ച കഥയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ദിവസം പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മുൻപിൽ നേരിട്ട് പരാതിയുമായിട്ട് എത്തുന്നത്. പോലീസിലേക്ക് പരാതി നൽകുക എന്നതിനേക്കാൾ ഉപരി ആഭ്യന്തര വകുപ്പിന് നേരിട്ട് പരാതി നൽകിയത് ഈ വിഷയത്തിന്റെ ആക്കം കൂട്ടി. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ആളിക്കത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഉയർന്നിരിക്കുന്ന ലൈംഗികാരോപണം വീണ്ടും ആളിക്കത്തിയതോടെ പരാതിക്കാരി നേരിട്ട് പരാതി നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് തുടക്കം മുതൽ തന്നെ രംഗത്തുണ്ട്. അതേസമയം ഇതിനിടയിലാണ് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാകുന്നത്. ഈ സസ്പെൻഷനിലിരിക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാരിയിലെ പല ഭാഗങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിത്തിരിച്ചിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടതോടുകൂടെ ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച് രംഗത്തെത്തി വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് താൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണെങ്കിൽ പോലും
പോലും താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, കോൺഗ്രസിൽ ജനിച്ച അന്ന് മുതലുള്ള പ്രവർത്തനങ്ങൾ അത് തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. പക്ഷേ പിന്നീട് പരാതിയുമായിട്ട് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവസാനം കോൺഗ്രസിന് ഒരു കൃത്യമായിട്ടുള്ള നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കേണ്ടി വന്നു. അതായത് ഒരു പരാതിയല്ല, പല പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന രീതിയിൽ ഉയർന്നതോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ല എന്നുള്ള ആദ്യ കേസിലെ കോടതി വിധി വന്ന നിമിഷങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉയർന്നത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയേക്കാൾ മുൻപിലായിട്ട് സംസാര വിഷയമായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ലൈംഗികാരോപണ പരാതി തന്നെയാണ്. 2 പരാതികളോളമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ആദ്യ കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യ കേസ് ലഭിക്കുന്ന സാഹചര്യത്തിൽ KPCC കൃത്യമായ നിലപാടെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് എതിർ മുന്നണികളൊക്കെ തന്നെ രംഗത്തുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരൊറ്റ പ്രവർത്തനം UDFന്റെ തിരിച്ചുവരവിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം അന്നക്കർക്കര തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രീ പോളിംഗ് സമയത്തുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതായത് ഇലക്ഷൻ വലിയ രീതിയിൽ ജനങ്ങളെ ഈ വിഷയങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ചുരുക്കം. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത നിലപാട് അത് ശക്തം തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത് കുറ്റം തെളിയിക്കുന്നത് വരെയെങ്കിലും പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള നിലപാടിലായിരുന്നു VD സതീശനുണ്ടായത്. ഇതിനു മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഒരുപക്ഷെ VD സതീശനിൽ എത്തിയിരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ അദ്ദേഹത്തിന്റെ തെറ്റുകൾ അത് VD സതീശന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നതടക്കമുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ പാർട്ടിയിൽ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അണ്ണനും തമ്പിയും പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്നത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു പരാതി ഉയർന്നതോടുകൂടെ ജാമ്യമില്ല എന്ന കോടതി വിധി വന്നതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MPയെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM നേതാക്കന്മാരടക്കം ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിൽ അറിയാതെ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയത് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന ആക്ഷേപവും പരിഹാസവുമാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്. എന്തായാലും ലൈംഗികാരോപണ പരാതി അതിനേക്കാൾ ഉപരി ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുരുക്ക് വീണിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു കുരുക്ക് വീണ അന്ന് മുതൽ പെൺകുട്ടി നേരിട്ട് പരാതി നൽകി അന്ന് മുതൽ ഒളിവിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ജാമ്യം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതായത് മാളത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും എന്നുള്ള സൂചനകളാണ് ഈ ജാമ്യം ലഭിച്ചതോടുകൂടെ വ്യക്തമാകുന്നത്.